അപ്പം മച്ചാന്മാരെ ഞങ്ങൾ ചലഞ്ച് ആര് പണ്ടാ ചവിട്ടി കയറ്റും നോക്കാം. ഈ വഴിക്ക് എന്തോരം ആര് കയറി പോകുന്ന നോക്കാൻ വേണ്ടിയാണ്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സൈക്കിള് ജമ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടൊരു റാമ്പ് പണി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നല്ല 2 റാമ്പ് പണി എടുത്തിട്ട് ഞങ്ങൾ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്തിട്ട് ആണി അടിക്കണ്ടെന്ന് വെച്ച്. കാരണം ഇതിന് വലിയ കട്ടിയില്ലാത്തതുകൊണ്ട് ആണി അടിച്ചാൽ മിക്കവാറും ഈ സാധനം പൊട്ടിപ്പോവുള്ളൂ. സൈക്കിളും കൂടെ കയറി കഴിയുമ്പോൾ ഇച്ചിരി വേണ്ടി ഇരുന്നിട്ട് മൊത്തത്തിൽ പൊട്ടിപ്പോകില്ല. അതുകൊണ്ട് വെച്ച് ഞങ്ങൾ സ്ക്രൂ തന്നെ ഇട്ട് വെച്ച് മൊത്തം ഡ്രില്ല് ചെയ്തിട്ട് ആ ലെവലിൽ തന്നെ സ്ക്രൂ ഇട്ട് വെച്ച്. ഇത് ഒരെണ്ണം, ഇത് രണ്ടാമത്തെ. ഇത് ഇച്ചിരി ഫാഷൻ സാധനമാണ്, ഇച്ചിരി ഭയങ്കര ഡിസൈനൊക്കെ ആക്കി വെച്ചേക്കണ സാധനമാണ്. ഇത് പക്ഷേ ഉപയോഗിക്കാൻ പറ്റില്ല. അതിൻ്റെ അന്ന് കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇത് കിടന്ന കുറേ പട്ടി കഷ്ണം തന്നെ അത് തന്നെ കട്ട് ചെയ്തെടുത്ത് റെഡിയാക്കി വെച്ചാണ്. ഇതും സെയിം സ്കീം, സ്ക്രൂവിങ് തന്നെ പരിപാടി. ഇനി ഇത് വെച്ച് നൈസായിട്ട് ഒത്തിരി ഹൈറ്റ് കിട്ടൂല കേട്ടോ, ചെറിയ റാമ്പല്ലേ. അല്ലെ പിന്നെ നമുക്ക് ഈ ലെങ്ത് കൂട്ടണം. ഈ ലെങ്ത് നല്ലോണം കൂട്ടിയാൽ വെക്കണമെങ്കിൽ നമുക്ക് ജമ്പ് കിട്ടും. കാരണം ഈ ഒരു ലെങ്ത് ഉള്ള സാധനമാണെങ്കിൽ ഈ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ഹൈറ്റ് കിട്ടില്ല. അപ്പോൾ നല്ല ഹൈറ്റ് ജമ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ ജമ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റാമ്പ് കൊണ്ട് എടുത്താണ്. എന്നാൽ പിന്നെ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അല്ലേ. മനുഷ്യന്മാരെ 2 ജമ്പ് അടിച്ചേക്കാം. ഏതാണ്ടൊക്കെ തെന്നി പോണല്ലേ കാല്. ആ വഴിയൊക്കെ പോയേനെ. കൊള്ളാലടാ, ഹൈറ്റ് കിട്ടണ്ടേ. എന്നാലും ബാക്കി വധ തട്ടിയിട്ടാണല്ലോ പോണേ. ബാക്കി വധ തട്ടിയിട്ടാ പോണേന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലേ സ്പീഡ് കിട്ടുള്ളൂ. അതിൻ്റെ മണ്ടയിൽ എത്തിയാണ്. ഇന്നോട്ട് നോക്കാം അല്ലേ. കാല് തെന്നിപ്പോയി. ആ ഒക്കെ ഇത് മാറ്റിയിട്ട് വേറെ എവിടെയെങ്കിലും വെക്കാം. വേറൊരു ആംഗിളിൽ നിന്ന് കൂടെ നോക്കാം. നല്ല ദൂരം അറിയാൻ പറ്റുള്ളൂ ചാടണേ. എന്നിട്ട് പിന്നെ പ്ലേ നോക്കിയിട്ട് വേണം ഞങ്ങൾ എന്തൊരു ചാടുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് നോക്കാം. എൻ്റെ സാമാനം തന്നെ പോകണമെന്നല്ലേ. നീ അത് ബാഗ് നിർത്തിയിട്ട് നീ പിന്നെ ഫ്രണ്ടും പൊക്കിയില്ല. ജമ്പ് പൊളിയാണ്. എത്ര ഉണ്ടല്ലേ. നമ്മൾ ചാടി അത്യാവശ്യം എത്തുന്നുണ്ട്. ചാടി അത്യാവശ്യം ദൂരം എത്തുന്നുണ്ട്. അപ്പം മച്ചാന്മാരെ ഞങ്ങൾ ചലഞ്ച് ആര് പണ്ടാ ചവിട്ടി കയറ്റും നോക്കാം. ഈ വഴിക്ക് എന്തോരം ആര് കയറി പോകുന്ന നോക്കാൻ വേണ്ടിയാണ്. അങ്ങണ്ട് ആ വളവ് കഴിഞ്ഞ് കുറച്ചുകൂടെ മേളിലേക്കുണ്ട്. എൻ്റെ ഗിയറൊക്കെ കുട്ടാ ഗിയറല്ല ചതിക്കല്ലേ. ഈ സൈക്കിൾ മാറ്റി വെക്കണോ? വേണ്ട, മേളിലോട്ടല്ലേ പോകണല്ലോ. അല്ല മൊത്തം ഇങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ സ്പീഡ് കിട്ടും. ഇല്ല അത് പാടാ. ചവിട്ടി ഇവിടത്തെ ചവിട്ടി പഠിക്കൂലേ. ഇല്ലടാ, ഇതിലെ കയറിയ ഇവിടെ കല്ലാണല്ലേ. ഈ തടി കയറിയ ഇച്ചിരി കാര്യം അവിടെ. കയറി പോയത്. അയ്യോ കല്ലേലും കണ്ടിടിച്ച്. ഇല്ല, ആ നമ്മള് ഫ്രണ്ടൊക്കെ പൊങ്ങി കളിക്കൂടാ. ഇവിടെ വരെ എത്തിക്കഴിയുമ്പോ മറ്റേ ഇത് ഇങ്ങനെ സ്ഥാനത്ത് പയ്യെ അവിടെ നിന്ന് വന്നപ്പോ ഇവിടെ നിന്നുള്ള കാലം ഇവിടം വരെ എത്തി. ഇതിന്റെ മണ്ടലോട്ട് ഞാൻ ചവിട്ടി കയറ്റുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. എന്നിട്ടേ ക്ലിപ്പുള്ള വെള്ളം ഉണ്ടെങ്കിൽ ഇല്ല, അന്നേരം മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ നമ്മള് മൂഞ്ചു. എന്നാ നീ നോക്ക്, സൈക്കിൾ ഇവിടെ തന്നെ ഇടകട്ടെ. കുറച്ച് നേരം വെച്ച് എനിക്ക് അതിലേ വരണമെന്ന് തോന്നുന്നെങ്കിലും നടക്കല. ചലഞ്ച് വെച്ചാൽ നോക്കട്ടെ. ചലഞ്ചർ നമ്പർ 2 കുഞ്ഞൻ ഓൺ സ്റ്റേജ്. എടാ റിമോട്ട് അടിച്ചിട്ട് നോക്കൂ. ആകട്ടെ. ആ അങ്ങനത്തെ ഗിയറിങ് ഇടുമ്പോൾ നല്ല ടോർക്ക് പോലെയല്ലേ. എന്നുവെച്ച് കല്ലൊക്കെ എടുത്ത് എറിയുമ്പോൾ ഗിയർ എങ്ങനെ. ഞാനത് ശരിക്കും നോക്കിയിട്ടില്ല. ഞാനാ നോക്കിയിട്ട് പോയാൽ മതിയായിരുന്നല്ലേ. പക്ഷെ എനിക്കത് തന്നെ ഗിയർ, ആ ഗിയർ ഇട്ടാലേ പറ്റുള്ളൂ. അല്ല തെന്നും കൂടെ ചെയ്യും. ആടാ തലക്കൊന്നും പറ്റരുതല്ലോ. അത് പയ്യ വേണം. തല മുക്കിയമ്പിക്കില്ലേ. തല മുക്കിയ അങ്ങനെ ഗ്ലാമർ കളയാൻ പറ്റില്ല, അത്രേ ഉള്ളൂ.
മോന്തൊക്കെ ഒന്നും പറ്റാണ്ടിരിക്കാനല്ലേ. അയ്യാ നോക്കട്ടെ, നമ്മുടെ എലിപ്പെട്ടി റാമ്പ് എന്നിട്ട് അങ്ങ് നിർത്തി ഞങ്ങൾ. നല്ല ഇതാണ് കേട്ടോ, നല്ല കയറ്റം തന്നെയാണ്. കല്ലും കൂടെ ഉണ്ട്, അത് തെന്നും കൂടെ ചെയ്യും ബാക്ടീരിയ. ആ ഫ്രണ്ടൊക്കെ പോയി പോണേ എന്നടാ, പവർ വീലിയാണ് ഞാൻ കയറി, ഞാൻ ഓടിച്ചത്. അതുള്ളു, ഒന്ന് കാലം വെച്ചാൽ തീർന്നു. നോക്കട്ടെ എത്ര സൈക്കിളിന്റെ ഗ്യാപ്പ് അടിച്ചാ ഞാൻ ചെയ്തെങ്കിൽ. ഇവിടെ ഒന്ന്, ഒരു സൈക്കിള്, 2 സൈക്കിള്, 3 സൈക്കിൾ ലെങ്ത്. ആ ഒറ്റ ചാൻസ് കൂടെ തരാം നമുക്ക്. അതാ പറഞ്ഞു ഈ വഴിയാടാ നല്ല. ഞാൻ ഇതിനാണല്ലേ കയറിയ. ആ അതാ പറഞ്ഞ ഭയങ്കര ഒരു ടോർക്കാടാ സെറ്റപ്പ് കിട്ടുമ്പോ. ഇത് ഞാൻ കയറിയതിന്റെ ഡിസൈനുകളാന്ന് തോന്നുന്നു. അതല്ലേ ഞാനതാടാ, ഞാന് മുമ്പോട്ട് നിന്നു, ഹാൻഡിൽ നിലത്തോട്ട് കുത്തിപ്പിടിച്ചാ ചവിട്ടിയെ. ഫ്രണ്ടിലോട്ട് ഫുള്ള് വെയിറ്റ് ഫ്രണ്ടിലോട്ട് കൊടുത്തു. ആ ഞാൻ ഇവിടെ നിന്നാ പറയാം, ഞാൻ ഇവിടെ എന്തിനാണ് ഓടുന്നേ. ഞാൻ വെച്ച് മാറി നിന്നാരാട്ടാ. ആടാ വിട്ടാ പോരട്ടെ. അതിലും കറഞ്ഞു അല്ലേ? അതിലും കറഞ്ഞു. തോറ്റില്ലേ? അച്ഛാമാരെ ഞാൻ ജയിച്ചു വിട്ടാ. അതിന് സൈക്കിളായിട്ട് ഇറക്കണ്ടേ? നീ ഒന്ന് അത് ഇറക്കിക്കൊണ്ടോ, ഞാൻ പിടിക്കാം. ഞാനിതും കൂടെ ഞാനിത് പിടിക്കാം. നീ തോറ്റല്ലേ, അതുകൊണ്ട് നീ മണ്ണ. അയ്യോ ചേ ഇറങ്ങി വരട്ടെ, നമുക്ക് താഴെ പോയി വെയിറ്റ് ചെയ്യാം. ആടാ നീ ഇറങ്ങിയും കൂടെ അടുത്തോടെ തന്നെ. ഞാൻ തോറ്റ ഒറിജിനൊക്കെ എങ്ങനെ ഇറങ്ങണ? ആ പോരട്ടാ, എന്നെ ഇടിച്ചിട്ടേക്കല്ലേ, അതിന്റെ ഫ്രണ്ട് ബ്രേക്ക് ശോഭല്ലേ. പോയി തോറ്റിട്ട് പോണ പോക്കാണ്. സങ്കടാണോടാ? മുന്നോട്ട് എടാ, അതാണ് നിനക്ക് പറ്റണേ. ഞാൻ പറഞ്ഞില്ലേ ഹാൻഡിലോട്ട് മുന്നോട്ട് ഇങ്ങനെ കമന്നിക്കണം. ഞാൻ അങ്ങനെ കയറിയേ, ഇങ്ങനെ മുന്നോട്ട് വന്നു. അപ്പോൾ ഫ്രണ്ട് പൊങ്ങൂല ആ ലെവലില്. എന്നിട്ട് ഭയങ്കര നീ നല്ല ടോർക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ അത്ര സ്പീഡിൽ കറക്കില്ല, അതുകൊണ്ട് കൂടെ എന്താണ് ഞാനത്താൻ കയറി ചെന്നേ. ഓക്കെ നീ തോറ്റി, നീ കാര്യമില്ല. വാ പോരെ മുഞ്ചിട്ടാ. ഇത് ഞാൻ എവിടെ പിടിക്കൂടാ. പോരട്ടെ, അവനെ കൂടി ഇടിച്ചതായിട്ട് തന്നെ. അങ്ങനെ ബ്രേക്ക് ഉണ്ട്, ഒറ്റ കൈ കൊണ്ടൊക്കെ ഓടിക്കണമെങ്കിൽ കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. സെറ്റ്. ഞങ്ങൾക്ക് മറ്റേ കുറച്ച് പരിപാടികൾ പഠിച്ചു. മറ്റേ എന്താണ് ബണ്ണി ഹോപ്പ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. ആ സാധനം ചാടി എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കയറ്റൊക്കെ കയറി പോകുമ്പോഴേ വലിയ കല്ലൊക്കെ ഉള്ള സ്റ്റെപ്പൊക്കെ ആണെങ്കിൽ അങ്ങനെ ചാടിച്ച സൈക്കിൾ മണ്ട കയറ്റാം, അതൊക്കെ ഒന്ന് എടുക്കണം. അപ്പോൾ അതും കൂടെ പ്ലാൻ ആക്കിയിട്ടാണ് ഇന്ന് ചാടിയത്. എന്നിപ്പോൾ റാമ്പേ ജമ്പ് ചെയ്ത് തന്നെ അതിന് പരിക്കും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ലെവലിൽ അതങ്ങ് ഇനിയിപ്പോൾ നോക്കണം, അതിലൊക്കെ പഠിച്ച് സെറ്റാക്കണം. നിർത്തിയേക്കാല്ലടാ കുഞ്ഞാ, നിർത്തിയേക്കാം. അതിനകത്തോടെ പോയാലേ. അതോ അച്ഛാ പോരെ. ഓക്കെ ടീക്കെ ബൈ. അത് ശരി.